യുഎസും ഇറാനും തമ്മിൽ ഒരു മെഗാ ഡീൽ ഒപ്പിട്ടപ്പോൾ ലോകം ശ്വാസമടക്കി നിന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തിരശ്ശീല താഴ്ത്താൻ ലക്ഷ്യമിട്ടുള്ള ആ കരാർ. പക്ഷേ ഇസ്രായേൽ അവിടെ ഒന്നും സഹകരിച്ചില്ല, ഒപ്പിട്ടില്ല. തങ്ങൾ നേരിട്ട ഭാഗമല്ലാത്ത ഒരു കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇസ്രായേലിന് ബാധ്യതയില്ല എന്ന കർക്കശ നിലപാടിലാണ് പ്രധാനമന്ത്രി നെതന്യാഹു. കരാർ അനുസരിച്ച് ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം, അമേരിക്ക ഇടപെട്ട് ഈ ഫൈറ്റ് അവസാനിപ്പിക്കണം എന്നാണ് ഇറാന്റെ ആവശ്യം. എന്നാൽ നെതന്യാഹുവിന് ട്രംപിന്റെ സോഫ്റ്റ് ടച്ച് വാക്കുകൾ പോലും ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ രൂക്ഷമായ ആക്രമണം തന്നെയായിരുന്നു അതിനുദാഹരണം. അതേസമയം ഹിസ്ബുള്ളയുടെ ചെറിയ നീക്കങ്ങൾക്ക് പോലും കനത്ത മറുപടി നൽകുന്ന രീതിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ബഫർ സോണിൽ നിന്ന് പിന്മാറില്ലെന്ന് നെതന്യാഹു ഉറപ്പിച്ചു പറയുന്നു. വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്തവർക്ക് മടങ്ങിയെത്തണമെങ്കിൽ ഹിസ്ബുള്ള അതിർത്തിയിൽ നിന്ന് അപ്രത്യക്ഷമാകണം എന്നാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. ഇറാൻ നൽകുന്ന പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂത്തികളും ലെബനനിലെ ഹിസ്ബുള്ളയും ഗസയിലെ ഹമാസും ഗൾഫ് രാജ്യങ്ങൾക്ക് തലവേദനയാണ്. ഹമാസിനെ ഏതാണ്ട് ഇല്ലാതാക്കിയ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണ്. ഉപരോധം പിൻവലിക്കുന്നതോടെ ഇറാന് ലഭിക്കുന്ന കോടികൾ വീണ്ടും ഈ വില്ലൻ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ്. അതേസമയം ഇറാനുമായി അമേരിക്ക സമാധാന കരാർ ഒപ്പുവെച്ചതോടെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി ഇല്ലാതായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഫ്രാൻസിലെ ഏവിയനിലെ ബെയ്ൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി താൻ സംസാരിച്ചിരുന്നുവെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ബീബി, ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം മികച്ച രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് താൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ആണവാക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ കരാർ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേൽ നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇറാന്റെ ആക്രമണമായിരുന്നു. ഈ കരാറിലൂടെ അത് ഇല്ലാതായതിൽ ഇസ്രായേൽ അതീവ സന്തുഷ്ടരാണ്. അമേരിക്കയും താനുമില്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാകില്ലായിരുന്നുവെന്നും മറ്റൊരു പ്രസിഡന്റും ചെയ്യാത്ത കാര്യങ്ങളാണ് താൻ ഇസ്രായേലിനായി ചെയ്തതെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഗസയിൽ ഹമാസിന്റെ ആയുധബലം കുറഞ്ഞെങ്കിലും ആശയബലം ചോർന്നിട്ടില്ല. അതിനാൽ തന്നെ അവിടേക്ക് പുറമേ നിന്നുള്ള പണമൊഴുക്കുണ്ടായാൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നുണ്ട്. ഒപ്പം ഹിസ്ബുള്ളയെ ഹമാസിനെ പോലെ അശക്തരാക്കുന്നത് ഇസ്രായേലിന്റെ പരമപ്രധാന ലക്ഷ്യമാണ്. ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനെ ചെറുതായെങ്കിലും അലോസരപ്പെടുത്തിയാൽ അതൊരു അവസരമായി കരുതി ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേലിന് ലക്ഷ്യമിടരുത്. മറുവശത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലും തോക്ക് ചൂണ്ടരുത്. ഹമാസ് ഇതിനെല്ലാം തയ്യാറാകുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും വ്യോമാക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. മേഖലയിൽ തുടരുന്ന വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക ഇതോടെ വർദ്ധിച്ചു. അൽ ജസീറയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.